പ്രിയമുള്ളവർ, ഈ അഭിനേത്രി എന്ന് പറഞ്ഞുകൂടാ, സംവിധായിക എന്നൊന്നും പറയുന്നില്ല. പക്ഷേ രണ്ട് സ്ത്രീകൾ, അങ്ങനെ തന്നെ ഇപ്പോൾ പറയേണ്ടതുണ്ട്, രണ്ട് സ്ത്രീകൾ താല്പര്യമെടുത്തുകൊണ്ട് നിർമ്മാണവും സംവിധാനവും അതേ തൻ്റെ അവതരണവും അതൊക്കെ കൊണ്ട് മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കളർ കോഡ് എന്ന് പറയുന്നത് ഒരു വിഷയമാണ് എന്ന് യഥാർത്ഥത്തിൽ അവരുടെ കുടുംബത്തിൽ നിന്നല്ലാതെ പുറത്തു നിന്ന് അനുഭവിക്കേണ്ടതായി വരുമ്പോൾ അതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ തീർച്ചയായും നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. വളരെ പുരോഗമിച്ചു എന്ന് കരുതുന്ന അങ്ങനെയാണുള്ള നമ്മളുടെ ഒരു അഹംഭാവം. അതിനോട് ഒരു കാര്യം കൂടി ചേർത്തുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. 1776 അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന തരത്തിലാണ് പറയുന്നത്. കമല ഹാരിസ് സ്ഥാനാർത്ഥിയായപ്പോൾ ഇപ്പോഴല്ല, പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് ജോ ബൈഡന് പ്രായം വളരെ കൂടുതലാണ്. മരിച്ചുപോയാൽ ഈ സ്ത്രീ അമേരിക്കയുടെ പ്രസിഡന്റാണ്. അത് തടയേണ്ടത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ബാധ്യതയാണ് എന്ന് പ്രസംഗിച്ചയാളാണ് ട്രംപ്. അയാൾ അവരെ ആക്ഷേപിച്ചത് അവർ കറുത്തവരാണ്, അവർ ഏഷ്യക്കാരിയാണ്, അവർക്ക് വേറെ ഒരു രാജ്യവുമായി, ആഫ്രിക്കൻ രാജ്യവുമായിട്ടാണ് ബന്ധമുള്ളത്, അവർ സാരി ഉടുക്കുന്നവരാണ്, അവർ രാക്ഷസിയാണ്. ഈ പ്രയോഗങ്ങളൊക്കെ നടത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നയാളാണ് എന്നോർക്കണം. അപ്പോൾ നമ്മളാണോ ജനാധിപത്യത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്നത്, അവരാണോ ജനാധിപത്യത്തിൽ ഉയർന്നു നിൽക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ലോകം പൊതുവിൽ ഈ നിറത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ മോശമായ ഒരു നിലപാടാണ് എടുക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിലുണ്ട് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്ന, താനാ നിറത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് ധൈര്യസമേതം പറയുന്ന, ഇത് തന്നെ ബിഗ് സ്ക്രീനിൽ പ്രദർശിപ്പിക്കൽ തന്നെയാണ് എന്ന് ധൈര്യപൂർവ്വം പറയുന്ന ആളുകളെ, ആ കൂട്ടായ്മയെ എത്ര കണ്ടാണ് പ്രശംസിക്കേണ്ടത് എന്നറിഞ്ഞുകൂടാ. എല്ലാ അർത്ഥത്തിലും ഹൃദയം കൊണ്ട് അവരെ പ്രശംസിക്കും. ഞാൻ സിസ്റ്റർ ജസ്മി. ഞാൻ പറയാ, ഈ ലോകത്തില് ഇപ്പോ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഫ്രീഡം അനുഭവിക്കുന്ന സ്ത്രീ ഞാനാണെന്ന് പറയും. അത് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ സ്പീച്ച് അവസാനം കാണിച്ചപ്പോൾ ഫ്രീഡത്തില് ഇതും കൂടി ഒരു ബാധ്യതയുണ്ട്. അതായത് ഈ നിറം അല്ലെങ്കിൽ റേസ്, സെക്സ്, കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ നിറം കൂടി അവരതല്ലേ ആ ഫ്രീഡം ഇല്ലാതെ പോയത്. അപ്പോൾ ഐ ഹാവ് എ ഡ്രീം എന്ന് പറയുമ്പോൾ അത് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ അനിയത്തി ഒരല്പം ഇരുന്നറാണ്. അവിടെ എല്ലാവരോടും പറയുന്നേ ഞങ്ങൾ രാത്രിയും പകലുമാണെന്ന്. എനിക്ക് സങ്കടം വരും, നീ എന്താ അങ്ങനെ പറയണേ, എന്നെക്കാളും ഉയരം കൂടുതൽ അവൾക്ക്, അതൊരു പ്ലസ് പോയിന്റ് അല്ലേ എന്ന് പറയുമ്പോഴും അവള് എല്ലായിടത്തും അങ്ങനെ പറയാം, ഇരുട്ടും വെളിച്ചം എന്നൊക്കെ പറയും. അത് എനിക്ക് ഇത്രയും ആ നിറം കോൺഷ്യസ് ആണ് മനുഷ്യർ, അതുള്ളവരും അതല്ലാത്തവരും എന്നുള്ളത് എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാധാരണ നിറമുള്ളത് കൊണ്ട് ഞാനത് അറിയുന്നില്ല ആ വേദന. പക്ഷെ ഞാനതിങ്ങനെ ചിന്തിക്കുന്നതോടെ എനിക്ക് തോന്നുക ഇത് എന്തൊരു കഷ്ടമാണ്. ഈ സെക്സിന്റെ ഇത് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ നിറവും ഇത്ര വലിയൊരു അപരാധമാണോ അവരതിൽ ജനിച്ചു പോയത്? ആ ഒരു കോംപ്ലക്ഷന്റെ കാര്യം അത് വളരെ പ്രയാസം തോന്നുന്നു. ഇത് ഞാൻ തീവ്രം ഉദ്ദേശിച്ച് പറഞ്ഞാണ്. ആ ടൈറ്റില് കറുപ്പഴകി, ബ്ലാക്ക് ബ്യൂട്ടി നമ്മൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. ആ തീം സമ്മതിച്ചിരിക്കുന്നു. കാരണം ആ മാപ്പിള പെരുമ്പിള അവരാണ് ആ വാക്ക് ആദ്യം ഉപയോഗിച്ചതായിട്ട് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പൊ ആ ടൈറ്റിലിന് പിന്നെ ആ തുടങ്ങുമ്പോൾ ഒരു പ്രസംഗിക്കുന്ന അത് ഗംഭീരം. അവസാനം മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ആ പ്രസംഗവും
ഞാൻ മൊത്തം എല്ലാം നന്നായിട്ടുണ്ട്. കുക്കു പറയുന്നതും ഓരോരുത്തരും പറയുന്നതും ഉണ്ടാവും. ഇവിടെ എനിക്ക് ജനറ്റ് മൂത്ത ചേച്ചി ജെന്നി അല്ല ജെന്നി പറയുന്നതും കൂടി ഇല്ലല്ലോ എന്നൊരു സങ്കടം വന്നു. കുറച്ച് ദൂരെ ആയതുകൊണ്ടാവും എടുക്കാൻ പറ്റാതിരുന്നത്. രാഖിയും കുക്കും ഒക്കെ എൻ്റെ കുട്ടികളാണ് കേട്ടോ. ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴേ ഇവരുടെ റെവല്യൂഷണറി തിങ് അനുഭവിച്ചറിഞ്ഞോളാണ് ഞാൻ. കുക്ക് പുറത്ത് പോയിട്ട് വരുമ്പോൾ 7 മണിക്ക് ഗേറ്റ് അടയ്ക്കും ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ. അപ്പോൾ രാത്രി ആയിട്ട് പറഞ്ഞാട്ടെ അത്. അപ്പോൾ രാത്രി വൈകി 1-2 പ്രാവശ്യം വന്നു എന്ന് സഫിയാത്ത എന്ന് പറഞ്ഞ ഹൗസ് കീപ്പർ പറയുന്ന കംപ്ലൈൻറ്റ്. ഒരു രാത്രി 7 കഴിഞ്ഞ് വന്നു, ട്രെയിൻ വൈകി എന്നാണ് പറയുന്നത്. അതന്നെ എപ്പോഴും പറയാറുന്നാണ് സഫിയാത്തയുടെ സംസാരം. എന്നിട്ട് ഗേറ്റ് തുറന്നു കൊടുത്തില്ല. ആ രാത്രി കുക്കു എവിടെ പോയി എന്നുള്ളത് ഞങ്ങൾ വിഷമിച്ചു പോയി. അപ്പം ഞാനും അതുപോലെ ഷർമിള ഫിലോസഫിയിൽ ഫെമിനിസം ചെയ്യുന്ന PhD ചെയ്യാണ്, ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഞങ്ങൾ സഫിയാത്തേനെ വിളിച്ചിട്ട് പറഞ്ഞു, സഫിയാത്ത ചെയ്തത് വലിയ തെറ്റാണ്. ഒരു സ്ത്രീയെ രാത്രി അകത്ത് കടത്താതെ അവൾ എന്ത് തെറ്റ് ചെയ്തോട്ടെ, നമുക്ക് പകല് വെളിച്ചത്തിൽ എന്ത് ശിക്ഷ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ തന്നെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി. മീറ്റിങ്ങിലൊക്കെ ശക്തിയുക്തം ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് അന്നത്തെ കുക്കു കഴിഞ്ഞ് പിന്നെ രാഖിയും കുക്കൊക്കെ അപ്പോൾ എൻ്റെ ഡിയറസ്റ്റ് എൻ്റെ ഫ്രണ്ട്സായി മാറി. ഞങ്ങൾ പ്രായം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എന്നാലും ഞാനൊരു ടീച്ചർ ലെവലിൽ അവിടെ ആയിരിക്കാം. ഇവർ സ്റ്റുഡൻസാണ്, MA പഠിക്കുകയാണ്. അപ്പോൾ അന്ന് തുടങ്ങിയുള്ള സൗഹൃദം പിന്നെ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കണം. ഇതൊരു ധീരതയും കൂടിയാണ്. അത് മിനി കണ്ടെത്തിയത് ഒരു മുത്താണ്, വൈഡൂര്യമാണ്. ഈ ബ്ലാക്ക് ബ്യൂട്ടീനെ കണ്ടെത്തിയത് വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. രാഖി പോലും ചിലപ്പോൾ ഇതുപോലെ ചെയ്യില്ല. അത് ആ ഒരു വരവും അതും ഇതാണ്. ആ ചെലവും മൊത്തം ഞാൻ നീട്ടി പറയുന്നില്ല, ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആ മേക്കിങ്ങും കൂടി പറയാതിരിക്കാൻ വയ്യ. വെറും ഒരു ടോപ്പിക് എടുത്തു എന്നല്ല. ചേച്ചിയെ പറ്റിയൊരു സിനിമ ഉണ്ടാവുന്നു. കാരണം ചേച്ചി ഒരുപാട് കാലമായിട്ട് കേരളത്തിലെ സാമൂഹ്യ മണ്ഡലങ്ങളിലും പൊതുരാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ട് വരുന്ന ആളാണ്. എഴുത്തുകളിലൂടെയും അതല്ലാത്ത ആക്ടിവിസ്റ്റ് ഇടപെടലുകളിലൊക്കെ ഇടപെട്ട് വരുന്ന ഒരാളാണ്. പിന്നെ മിനി ഐജി എന്ന് പറയുന്ന സംവിധായകയെ നമുക്കറിയാം. അവരുടെ ഡിവേഴ്സ് എന്നുള്ള സിനിമ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു ഈ സിനിമയിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ കാണാൻ വരണമെന്ന് ദൂരെ നിന്ന് തന്നെ ഇരുന്നിട്ട് തീരുമാനിക്കാനുള്ളൊരു പ്രധാന കാരണമായിരുന്നു. അപ്പോൾ എന്തായാലും കാണാൻ പറ്റി. എനിക്ക് ഈ സിനിമയോട് പ്രമേയപരമായി വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം, നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ വീടുകളിൽ അകത്തളങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇപ്പൊ തൽക്കാലം ഡോക്യുമെന്ററി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ലോക്കൽ ന്യൂസ് ചാനലിൽ ന്യൂസ് റീഡർ ആയിട്ടാണ്. ഒരു സാധാരണ ACV അല്ല, അതിനൊന്ന് പേര് മെഗാവിഷൻ അങ്ങനത്തെ ഒരു ചാനലായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ന്യൂസ് വായിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ അത് അവിടെ കാണുമ്പോൾ എല്ലാവരും ഈ കുട്ടിയൊക്കെ അടിച്ച് മുഖമൊക്കെ വെളുത്ത്, അപ്പൊ പലപ്പോഴും അതായിരുന്നു ആദ്യത്തെ ഡിസ്ക്രിമിനേഷൻ. കറുപ്പിന്റെ പേരിൽ നമ്മൾ പൊതുമണ്ഡലത്തിലാണ്. കാരണം ചേച്ചി പറഞ്ഞ പോലെ വീട്ടിലും ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ അറിയുന്ന ആളുകളുടെ ഇടയിലാണല്ലോ ഇടപെട്ട് വരുന്നത്. അപ്പൊ അത് ഫസ്റ്റ് നമ്മൾ ഒരു ഡിസ്ക്രിമിനേഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് കറുപ്പ് എന്ന് പറയുന്നത് നമ്മൾ വായിക്കേണ്ടത് ഈ കേവലമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആംഗിളിൽ നിന്ന് മാത്രമല്ല, അതിനകത്ത് കാസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അതിനെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് തീർച്ചയായിട്ടും കുക്കുച്ചേച്ചിയുടെ ജീവിതമാണ് പറഞ്ഞത്. പക്ഷെ നമ്മളിത് പൊതുമണ്ഡലത്തിൽ ഈ രാഷ്ട്രീയം പറയുമ്പോൾ അതിൽ കാസ്റ്റ് ആണ് അതിൽ റീഡ് ചെയ്യുന്നത്. അത് ഏത് കാസ്റ്റിൽ ജനിച്ചാലും ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിനെ അങ്ങനെയാണ് എന്നുള്ളൊരു അത് നമ്മുടെ സിനിമകൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പൊതുബോധത്തിനകത്ത് അത് കിടപ്പുണ്ട്, അന്തർലീനമായിട്ട് തന്നെ അത് കിടപ്പുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിമിനേഷന്റെ റൂട്ട് വരുന്നത് വംശീയത എന്നാണ്. അതുകൊണ്ട് ഈ സിനിമ തുടങ്ങുന്നത് മായ ഏഞ്ചലോയുടെ സ്റ്റിൽ ഐ റൈസ് എന്നാണ്, എൻഡ് ചെയ്യുന്നത് മാർട്ടിൻ ലൂതർ കിങ്ങിലാണ്. ആ രീതിയിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്ലേസ്മെന്റ് ആ സിനിമയുടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ കുറച്ചുകൂടെ പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഈ പറയുന്ന അതിനകത്തുള്ള ഒരു കുറേം കൂടെ ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ആ സിനിമയ്ക്കകത്ത് വരുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി അതിനകത്ത് ഒരു വ്യാപ്തി ആ സിനിമയ്ക്ക് ഉണ്ടാവുമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് അതിനകത്ത് ഒരു വിമർശനം എന്നുള്ള പോലെ മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതർവൈസ് ആ സിനിമയുടെ മറ്റെല്ലാവരോടും അഭിനന്ദനങ്ങളുണ്ട്. ആദ്യമായി മിനിക്കും കുക്കുനും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എനിക്കിത് ഇവിടെ നിന്ന് പറയാനുള്ള ഒരു അർഹത പോലും എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഞാനിതൊരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് കളറിൻ്റെ ഈ ഒരു പ്രശ്നം ഒരു വായു പോലെയാണെന്ന് തോന്നുന്നു. നമുക്ക് ഇല്ലെങ്കിൽ മാത്രം അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ഇതുണ്ട്. അത് തന്നെ എനിക്കിതിനെക്കുറിച്ച് എന്താ പറയേണ്ടതെന്നറിയില്ല. പക്ഷെ പിന്നീട് പല കാര്യങ്ങളിലായി കുക്കുവിനോട് തന്നെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ഇത് ബോധ്യമാകുന്നുണ്ട് പലപ്പോഴും ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന്.
അപ്പോൾ എനിക്ക് വിമർശനമായിട്ടിപ്പം നേരത്തെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള ചില വിമർശനങ്ങളാണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കുറച്ചുകൂടി ഓരോ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലും കളറിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതാണ്. വിദ്യാഭ്യാസ കാലത്തും ഒരുപക്ഷെ ഒരു വീട്ടിൽ പോലും ഇത് അനുഭവിക്കുന്നുണ്ടാവാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ കളർ കുറഞ്ഞതും കൂടിയതുമായ ഒരു 2 കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കളർ കുറഞ്ഞ ഒരു കുട്ടിയോട് വീട്ടിലുള്ള ഒരു തമാശയ്ക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവളെ ഇവിടുന്ന് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ പാണ്ടിക്കാരൻ കൊട്ടയിൽ ചുമന്നു കൊണ്ടുവന്നപ്പം ദയവ് തോന്നി വാങ്ങിച്ച, അങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് ഓരോരുത്തർ പറയുന്നത്. അപ്പം നമ്മൾ കാരണം ജീവിതത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളിൽ കളർ വരുത്തി വെക്കുന്ന ഡിസ്ക്രിമിനേഷൻ ഇപ്പം അതിലെനിക്ക് തോന്നുന്നു രാഖി കുറച്ചുകൂടി അതിൻ്റെ ആ കോറിലേക്ക് കടന്നു എന്നെനിക്ക് അപ്പോൾ ഇന്ന് എനിക്ക് ഫീൽ ചെയ്തതാണ്. മറ്റു നമുക്ക് സത്യത്തിൽ കറുപ്പഴകി എന്നുള്ളത് നമ്മൾ കുക്കുവിൻ്റെ ജീവിതത്തിൽ കൂടുതലും കുക്കുവിന് കറുപ്പ് കൊണ്ടുണ്ടായ പ്രശ്നങ്ങളും അതിനെ കുക്കു എങ്ങനെ മറികടന്നു എന്നും കാണിക്കുമായിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി കൺവിൻസിങ് ആയേനെന്ന് എനിക്ക് തോന്നി. പക്ഷെ എങ്കിലും ഇത് പിന്നെ മിനി പറഞ്ഞതുപോലെ ഇനിയും ഇതിനേക്കാൾ നന്നായിട്ട് ഒരുപക്ഷെ മിനിയോ അല്ലെങ്കിൽ വേറൊരാൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് എടുത്തേക്കുമായിരിക്കും. കാരണം ഇത് കുറച്ചും കൂടി പ്രോമിനൻ്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ വരികയും എനിക്കറിയാം സിനിമ ഫീൽഡായാലും ഏത് തരം നമ്മൾ എന്താ പറയുക നമ്മൾ കാഴ്ച നമ്മളെ രസിപ്പിക്കുന്ന രീതിയിലുള്ള ഏത് പിന്നെ മീഡിയത്തിലും കളർ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് ഇത് എങ്ങനെയാണ് ഒരാളുടെ മാനസികമായ തലങ്ങളെ പോലും ഇത് വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പം അവർക്ക് കുറച്ചും അതും പറഞ്ഞ് അതിന് കുറച്ചുകൂടി എംപവർമെൻറ്റ് നൽകി ഇതൊന്നും ഒരു വിഷയമല്ല എന്നുള്ള രീതിയിൽ കുറച്ചും കൂടി ശാക്തീകരണം നൽകുന്ന രീതിയിലൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നേനെ എന്നുള്ളൊരു വിമർശനമാണ് എനിക്കുള്ളത്. പക്ഷേ ഇത് പറയാൻ കാണിച്ച ഈ ഒരു ധൈര്യത്തിനും ഈ ഒരു ഇതിനും എത്ര അഭിനന്ദിച്ചാലും മതിയാവത്തില്ല. അതിനെനിക്ക് കുക്കുവിനോടും ഈ വിഷയം ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ഉയർത്തിക്കൊണ്ട് വരുമ്പം ഇത് എനിക്കും അത് കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇത് വീണ്ടും പറയേണ്ടതുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ടോ 2 പ്രാവശ്യം പറഞ്ഞുകൊണ്ടോ തീരേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എൻ്റെ ഈ ഒരു വിമർശനത്തെ ഉൾക്കൊള്ളുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് അറിയേണ്ടത് കുക്കുവിൻ്റെ ജീവിതത്തിലുള്ള ഫാമിലി അതൊന്നും അല്ല അറിയേണ്ടത് കുക്കു ഇതിനെ എങ്ങനെ അതിജീവിച്ചു, അല്ലെങ്കിൽ അതൊക്കെയാണ് എനിക്ക് തോന്നുന്നു അറിയേണ്ടതെന്ന് തോന്നുന്നു. ഈ ഒരു 2 പേരുടെ ആ ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന ഉടനീളം എനിക്കൊരു ഉണ്ടായിരുന്ന ഒരു ആശങ്ക എന്ന് പറയുന്നത് പല വ്യക്തികളുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ പ്രതിപാദിപ്പിച്ചിട്ടുള്ള ഡിംപിൾ റോസ്, അലീന, അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ഈ എല്ലാ വ്യക്തികളെയും ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാത്രമുള്ള ഒരു റിസർച്ചോ അതിന് മാത്രമുള്ള ഒരു റിസർച്ച് ഉണ്ടെങ്കിൽ പോലും അതിന് മാത്രമുള്ള ഒരു ഫണ്ട് നമുക്കില്ല ഇത്രയും വ്യക്തികളെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും ചോദിച്ചു വൈ കുക്കു എന്ന് പറയുന്നത്, വൈ നോട്ട് കുക്കു? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് ഒരു സാധാരണ ഒരു വ്യക്തിക്കും നമുക്ക് ഒരു വിഷയമാകാൻ പറ്റും, ഒരു കലയുടെ അല്ലെങ്കിൽ ഒരു വിഷയം നമുക്ക് പറയാൻ ഒരു കലാകാരന്, ഒരു സംവിധായകന്, ഒരു എഴുത്തുകാരിക്ക് അത് ഒരാൾ ടൂൾ ആവും എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ മാത്രമല്ല കുടുംബം, എന്തുകൊണ്ട് ഞാൻ കുടുംബത്തിനെ ഫോക്കസ് ചെയ്യുന്നു പറയുന്നത്, അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് ഒരു ഫാമിലിയാണ്. ആ ഫാമിലി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് ചെയ്യണം മെസ്സേജ്. ദാറ്റ്സ് വൈ. താങ്ക് യു.